ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്ന കുക്കിംഗ് വീഡിയോ അല്ല, അതേപോലെ തന്നെ വ്ളോഗും അല്ല, നല്ലൊരു ടിപ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ഒരു എന്താ പറയുന്നത്, ഒരു 2 ഇയർ 3 ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടിപ്പാണ് നിങ്ങളുടെ മുന്നിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ എന്താണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങളുടെ മുന്നിലൂടെ ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നല്ലൊരു ഗ്ലോയും നമ്മുടെ ഫേസിന് നല്ല കളറിങ്ങും അതേപോലെ തന്നെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറും. അതേപോലെ ഒരുപാട് നമുക്ക് യൂസ്ഫുൾ ആയ ഒരു ടിപ്പാണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് പേർക്ക് പ്രയോജനമാകുന്നെങ്കിൽ പ്രയോജനമാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് 3 വർഷമായിട്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് 1 സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ 1 സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. കോഫി പൗഡറും ഫ്രഷ് കോഫി പൗഡറാണ്, പൊടിച്ച കോഫി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ടുള്ളത് എന്താണെന്നറിയോ, നമ്മുടെ കസ്തൂരി മഞ്ഞളുണ്ടല്ലോ, ആ മഞ്ഞളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ തൈര് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1 സ്പൂണോ 2 സ്പൂണോ തൈര് എടുക്കാം. പക്ഷേ ഇത് ഒരു തിക്കായിട്ട് വേണം വരാൻ, എത്ര എടുത്താലും. ഞാൻ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ കൈ വെച്ചോ സ്പൂൺ വെച്ചോ എന്ത് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തോണ്ട് വന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള. ഒരു തിക്കായിട്ട് വേണം വരാനായിട്ടല്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി വരണം, അതായത് നല്ലൊരു തിക്നെസ് ആയിട്ട് കിട്ടണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയായിരുന്നു നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചില്ല. ആദ്യം ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കഴുകുക കേട്ടോ. കഴുകിയതിന് ശേഷം വേണം നമ്മൾ എടുക്കാൻ. ഇത് നന്നായിട്ട് ഞാനൊന്ന് സ്ക്രബ് ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. റൗണ്ടായിട്ട് സ്ക്രബ് ചെയ്ത് ഞാൻ നമ്മുടെ ഫേസിൽ എല്ലായിടത്തും നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ എല്ലാ ഭാഗത്തും നമുക്ക് ടാനുള്ള ഭാഗം എല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലായിടും ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫേസെല്ലാം. അതുപോലെ തന്നെ കണ്ണിനകത്തും ആകാൻ പാടില്ല കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോണേ. അങ്ങനെ ഞാൻ എല്ലായിടവും പിരികത്തിലും ആകാൻ പാടില്ല. അങ്ങനെ എല്ലായിടവും ഞാൻ കണ്ണിൻ്റെ അടിയിലും ഒക്കെ തേച്ചു. കണ്ണിൻ്റെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറാനൊന്ന് യൂസ് ആവുന്നതാണ്. കാരണം എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. ഞാൻ എൻ്റെ പഴയ ഫോട്ടോസ് വേണമെങ്കിൽ ഇതിനകത്ത് ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഷെയർ ചെയ്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം ഞാൻ കയ്യിലൂടെ തേക്കുന്നു. നമ്മുടെ കയ്യിൽ ഒരുപാട് ടാൻ ഉണ്ടാവുമല്ലോ, നമ്മൾ സൂര്യപ്രകാശമൊക്കെ കൊള്ളുന്നതല്ലേ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ. അങ്ങനെ ഞാൻ കയ്യിലും ഒക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലും കാലിലും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇച്ചിരി കൂടുതലുള്ളത് കൊണ്ട് ഫേസിലിടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കഴുത്തിലും ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഫേസിൽ വേറൊരു കളറ്, കഴുത്തിൽ വേറൊരു കളറായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഫേസിലും കഴുത്തിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ബാലൻസ് കയ്യിൽ ഫുള്ളും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ താടിയൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അപ്പോൾ നല്ലൊരു ഇതൊക്കെ കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം ഞാനിതൊന്ന് ഡ്രൈ ആകാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ഒരു 15 മിനിറ്റ്സ് എടുത്തപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇത് വാഷ് ചെയ്ത് കാണിച്ചിട്ട് അപ്പം ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ, ഫേസിനകത്ത് നല്ലൊരു ഗ്ലോ കാണിക്കുന്നുണ്ട്. ഒരു റെഡിഷ് കളർ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ടാനൊക്കെ പോയതിന് ശേഷം നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആയ ഒരു ഇതാണ് കാണിക്കുന്നത്. നമുക്ക് ഓൺ ദ സ്പോട്ടിൽ റിസൾട്ട് കിട്ടും. ഇത് നിങ്ങളിപ്പോൾ ഒരു വീക്കിലി ഒരു 2-3 ടൈംസ് ഒക്കെ ഇട്ടാൽ തന്നെ മതിയാകും. ഞാനൊരു വീക്കിലി ഒരു 2-3 ടൈംസ് ആയിരുന്നു ഫസ്റ്റൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ വീക്കിലി ഒരു വട്ടം മാത്രമേ ഞാനിത് യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടാണ്, നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ അറിയാൻ സാധിക്കും. ഞാനിപ്പം ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഇതിൻ്റെ റിസൾട്ട്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അയക്കണം. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.